മക്കളെ, ഇന്ന് മിസ് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് മിസ് നിങ്ങളിൽ ഒരാളായി നിങ്ങൾക്ക് വേണ്ടി അങ്ങ് സംസാരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടല്ലോ എന്താണ് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്? കാര്യമുണ്ട്. അതായത് നമുക്ക് ഇഷ്ടം എന്താ, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണല്ലോ. അതായത് ഇപ്പം നമ്മളിപ്പോൾ സ്കൂളിൽ പോയിട്ട് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഫുള്ള് സെറ്റൊക്കെ ആക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനൊക്കെ പോകണം, കുറേ ഗെയിമുകളൊക്കെ നമുക്ക് കളിക്കണം. ഇനിയിപ്പോൾ അതല്ല കുറച്ച് നേരം അല്ലേ ഫോണിലൊക്കെ നോക്കിയിരുന്ന് ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റും ഒക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോക്കണം. ഇനി അതല്ല നമ്മുടെ ഫാമിലീൻ്റെ കൂടെ എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിന് പോകണം. ഇനി അതല്ല ഫാമിലീസിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചി ചേട്ടൻ അനിയൻ എല്ലാവരുടെ കൂടെ ഒക്കെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ തമാശയൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ഫാമിലി ടൈം വേണം. ഇനി അതല്ല നമ്മുടെ വീട്ടിലൊരു പപ്പിക്കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പപ്പിക്കുട്ടീനായിട്ട് കുറച്ച് അത്യാവശ്യം കളിച്ച് ചിരിച്ച് ഇരിക്കാനുള്ള സമയമൊക്കെ വേണം അല്ലേ. പക്ഷെ ഇതൊക്കെ നടക്കണം. അതായത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നടക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല മാർക്കും കിട്ടണം. രണ്ടും കൂടെ നടക്കൂ. പലരും വിചാരിക്കുന്നുണ്ടാവില്ലേ, രണ്ടും കൂടെ നടക്കുന്ന പരിപാടി നടക്കില്ല മിസ്സേ. ഏതെങ്കിലും ഒന്നേ ആഗ്രഹിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാം നടക്കുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മാർക്ക് ദേ ഹവ പോയി. ഇനി മാർക്ക് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാലോ ബാക്കിയുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കില്ല. ഇതാണ് പലരുടെയും ഒരു അവസ്ഥ അല്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് ദേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പോവുകയാണ്. നമ്മളിത് രണ്ട് കാര്യങ്ങളും കറക്റ്റായിട്ട് വരുന്ന തരത്തിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടൈം ടേബിളാണ് മിസ് ദേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം, നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതല്ലേ ഈ ഒരു പരിപാടി. അതായത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഒപ്പം തന്നെ നല്ല മാർക്കും കിട്ടണം. ഇതെല്ലാവരുടെ ഉള്ളിൽ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം തന്നെ ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചോ, വേഗം തന്നെ പോയിട്ട് കമൻറ്റ് ചെയ്തോ. ഇതെല്ലാവരും അല്ലേ, നിങ്ങളെല്ലാവരും മനസ്സിൽ കണ്ട ഒരു കാര്യമില്ല, എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമില്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം തന്നെ പോയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വേഗം തിരിച്ചതേ കടക്കുകയാണ്. എങ്ങനെയാണ് ഇത് നടക്കാം, എന്ത് ചെയ്താലാണ് നമുക്ക് ഈ ഒരു നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുക, ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്തപ്പോൾ ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ പലരും വിചാരിച്ചു കഴിഞ്ഞാൽ പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇരുന്ന് പഠിക്കണം, ഫുൾ ടൈം ഇരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയല്ല, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഈക്വലി സമയം കണ്ടെത്തിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടൈം ടേബിളാണ് മിസ് ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ പലരുടെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും നമ്മൾ മിസ് ടൈം ടേബിളൊക്കെ അനുസരിച്ച് ഞാൻ എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോരോ ടൈമൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് മൊത്തത്തിലൊരു മെക്കാനിക്കലായിട്ട് പോവില്ലേ മിസ് എന്നാണ് പലരുടെ ഒരു വിചാരം. അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട, ഒരിക്കലും അങ്ങനെ മെക്കാനിക്കലായിട്ട് പോവില്ല. കാരണം നിങ്ങളൊരു ടൈം ടേബിൾ ഇല്ലാതെ കറക്റ്റ് ഒരു ഓർഡർ ഇല്ലാതെ എന്തൊക്കെയോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുക ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള സമയം കണ്ടെത്താൻ ഒരിക്കലും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ നടക്കുള്ളൂ. അപ്പം നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡെയിലി ഇങ്ങനെ പോകുന്നു അല്ലെ, സമയമൊക്കെ പോകുന്നു, എന്തൊക്കെയോ നടക്കുന്നു, ഒരു ഫ്ലോയിൽ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നടന്നുകൊണ്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ പറയുന്ന രീതി ഒരു ടൈം ടേബിൾ അനുസരിച്ച് മിസ് ജസ്റ്റ് ഒരു റോ ആയിട്ടുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അതനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഒപ്പം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബുക്ക് അങ്ങനെ എടുക്കാം എല്ലാ ദിവസവും. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കി വെച്ചാൽ മിക്കത് ഒരാഴ്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഓരോ ദിവസം നമ്മളിപ്പോൾ ഒരു ദിവസം എണീറ്റ് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അന്നത്തെ ദിവസം വൈകുന്നേരം ഇരുന്നിട്ടല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ തലേ ദിവസം രാത്രി, അല്ലെങ്കിൽ തലേ ദിവസം തന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വേഗം തന്നെ അല്ലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടുത്ത ദിവസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പിറ്റേ ദിവസത്തെ എല്ലാ ടൈം ടേബിളും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ടൈം ടേബിൾ ആണ് മിസ് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ സ്കൂൾ വിട്ട് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ളതാണ് പറയുന്നത്. കാരണം നമുക്ക് വൈകുന്നേരങ്ങളിലാക്കി, ഇപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന മക്കളായതുകൊണ്ട് വൈകുന്നേരങ്ങളിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സമയമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയം എങ്ങനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് മിസ് ഇവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾക്ക് സാറ്റർഡേയും സൺഡേയ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഇതിനേക്കാളും കൂടുതൽ സമയം കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഓരോന്നും ചെയ്യേണ്ടത് ഏതാ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മളിതേ ഇപ്പോൾ മൺഡേ ആണെങ്കിൽ മൺഡേന്ന് നമ്മൾ എഴുതി. ഓക്കെ, എന്നിട്ട് ഓരോ ദിവസവും നമ്മളിത് ഇതേപോലെ പല പല ടൈം സ്ലോട്ടായിട്ട് വെക്കാം. മിനിമം ഒരു ഹാഫ് അവറെങ്കിലും ഉള്ള തരത്തിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, ടൈം സ്ലോട്ട് ആക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ 4 മണിക്ക് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് എന്ന് വിചാരിക്കാം. ഇത് മിസ് റഫ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് പറഞ്ഞു തരുന്നത്.
അതാദ്യം മനസ്സിലാലോചിക്കുക. അപ്പോൾ ഇതന്നെ കറക്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യണമെന്നില്ല. കുറേ പേർക്ക് പലർക്കും ചിലപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ ഡാൻസ് ക്ലാസ് ഉള്ളവരുണ്ടായിരിക്കും, ചിലപ്പോൾ പാട്ട് ക്ലാസ് ഉള്ളവരുണ്ടായിരിക്കും, ഓരോരുത്തർക്കും ചിലപ്പോൾ എത്തുന്ന സമയം ലേറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ പല പല ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓക്കെ, റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 4 മണിക്ക് നിങ്ങൾ സ്കൂൾ വിട്ട് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ 4 മണി തുടങ്ങിയിട്ട് 5 മണി വരെ എന്താണ്, നമുക്ക് ചായയൊക്കെ കുടിക്കാൻ തോന്നൂലേ? അപ്പോൾ അതേ ചായയൊക്കെ കുടിക്കാം. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും പുറത്ത് പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കളിക്കാം. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് ഗെയിമൊക്കെ കളിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അതായത് ഇപ്പോൾ നിങ്ങൾ ഓരോന്നിനും സമയം അങ്ങനെ ആലോചിക്കുക, എത്ര മിനിറ്റ് ആണ്. ഇപ്പോൾ 20 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, ഫ്രണ്ട്സിൻ്റെ കൂടെ ഗെയിമൊക്കെ കളിച്ചു. ഇനി അതേപോലെ തന്നെ ചായ കുടിക്കാനായിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ എടുത്തു. ഓക്കെ, ഓരോന്നിൻ്റെ സമയം നിങ്ങൾ അവിടെ തന്നെ രേഖപ്പെടുത്തി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്കൊരു കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടാവണം, എത്ര സമയം ഞാനിത് ചെയ്യണം, എത്ര സമയം ഞാനിത് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ടൊരു ഐഡിയ വേണം. ഓക്കെ, അപ്പോൾ അതേ ഒരു 20 മിനിറ്റ്സ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചു. ഇനി അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഫോണിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കണം എന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അതിനുള്ള സമയം കൂടെ ഇരിക്കും. ഒന്നും നിങ്ങൾക്ക് വേണ്ടാന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് അങ്ങോട്ട് നേരെ എഴുതാം. ഓക്കെ, അപ്പോൾ ഒന്നും കളയണ്ട. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നേരെ അങ്ങ് ചെയ്യാം. ഓക്കെ, റെഡി ആണല്ലോ? ഇനി നമുക്ക് നോക്കുകയാണ്, ഇനിയിപ്പോൾ ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോകണം, എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലീൻ്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ദിവസമാണെങ്കിൽ അതും എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അതനുസരിച്ച് നിങ്ങൾ എഴുതാം. ഓക്കെ, then അതിന് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒക്കെ ആഡ് ചെയ്യുക കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ, ഫോണ് അല്ലെങ്കിൽ ഗെയിംസ്, ഇതൊക്കെ പല പല ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, then അതിനുശേഷം നോക്കി കഴിഞ്ഞാൽ ഒരു 5 to 6 നമുക്ക് എന്തെങ്കിലും ഹോംവർക്കുകളൊക്കെ ചെയ്യാനുണ്ടാകും അല്ലേ, എന്തെങ്കിലും ചിലപ്പോൾ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഏതിൻ്റെയാണ് ഹോംവർക്ക് എന്നുള്ളതൊക്കെ എഴുതാം. ഹോംവർക്ക് ഏതിലാണ്, മാത്സിലെ ഹോംവർക്ക് ആണോ ചെയ്യാനുള്ളത്, അങ്ങനെ മാത്സിലെ ഹോംവർക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏത് ചാപ്റ്റർ ആണോ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് പക്കാ പ്രോപ്പറായിട്ട് അവിടെ എഴുതിയിരിക്കണം. ഒന്നും നമ്മൾ ആ സ്റ്റഡി എന്ന് മാത്രം പറഞ്ഞിട്ട് നമ്മൾ എഴുതരുത്. ഓക്കെ, എന്താണോ നമ്മളവിടെ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ അവിടെ എഴുതിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സിലെ ഇപ്പോൾ ചാപ്റ്റർ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സ് തന്നെ ആവണമെന്നില്ല, അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ ആയിക്കോട്ടെ. ഓക്കെ, ഏതെങ്കിലും ഇപ്പോൾ മലയാളം ആയിക്കോട്ടെ, മലയാളത്തിലെ ഇന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഇപ്പോൾ അത് ചാപ്റ്റർ 1 എന്ന് ഇപ്പോൾ മെസ്സേജ് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഏത് ചാപ്റ്ററെങ്കിലും ആയിക്കോട്ടെ. ചാപ്റ്റർ 1 ആണ്. ആ ചാപ്റ്റർ 1ൻ്റെ ഏതാണ് എക്സാം വിന്നറിൻ്റെ വീഡിയോ ആണ് കാണുന്നത്, കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതാം. ഏത് രീതിക്കാണോ നിങ്ങൾ പഠിക്കുന്നത് അതൊക്കെ അവിടെ പ്രോപ്പറായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 5 to 6 എന്ത് ചെയ്തു, നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. then അതിനുശേഷം ഒരു 6 to 6:30 അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മിസ് ഞങ്ങൾക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിലാക്സ് ചെയ്തോ. ഓക്കെ, റിലാക്സ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് കേൾക്കുക. ഇനി അതല്ല ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്തോ. ഓക്കെ, ഇനി അഥവാ മിസ് എനിക്ക് കുറച്ച് നേരം പപ്പിക്കുട്ടീനായിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ പപ്പിക്കുട്ടീനായിട്ട് കളിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എന്ത് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഓക്കെ, റെഡി? ഈ സമയം വിളക്ക് എന്തെങ്കിലും ദീപാരാധന അങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോകണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്തോ. ഓക്കെ, then അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6:30 to 8 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഓരോരുത്തരുടെയും ഇതിപ്പോൾ ബസ് ഇപ്പോൾ ഓരോന്നിനും പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് പ്രയർ ടൈം എന്നുള്ളത് ബസ്സിന് എല്ലാവരുടെയും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രയർ ടൈം ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഏതൊക്കെയാണ് സമയം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. ഓക്കെ, then അതിനുശേഷം നോക്കുകയാണെങ്കിൽ 6:30 to 8 അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ നടക്കണം, കുറച്ച് സമയം നിങ്ങൾക്ക് ഫാമിലി ടൈം വേണമെന്നുണ്ടെങ്കിൽ ഫാമിലി ടൈം എടുക്കാം. ഓക്കെ, കുറച്ച് സമയം വീട്ടിൽ അതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ മിസ്സിൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയും അല്ലേ, ഓരോ ദിവസം വന്നിട്ട് എന്തൊക്കെയാണ് അന്ന് ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ഓക്കെ, അതിനൊപ്പം നമ്മൾ ചിലപ്പോൾ എന്താ ചെയ്യും, ആ ഒരു ചില സമയത്തൊക്കെ 7:30 ആവുന്ന സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഡിന്നറൊക്കെ കഴിക്കും. അതായത് അച്ചാച്ചനൊക്കെ ഉണ്ടാകുന്ന സമയം, അച്ചാച്ചനും അമ്മാമ്മയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നേരത്തോടൊക്കെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ മിസ് ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, അതനുസരിച്ചിട്ട് തന്നെ കറക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഡിന്നറിൻ്റെ സമയം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലേ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് ആഗ്രഹം അതൊക്കെ നിങ്ങൾ ആ സമയത്ത് ചെയ്യാം. ഓക്കെ, then അതിനുശേഷം നോക്കുകയാണെങ്കിൽ 8 to 9 അത് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് ഇതേപോലെ പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിനിപ്പോൾ ഏതാണ്, ഇപ്പോൾ നമ്മൾ ഫിസിക്സിലെ ഏതെങ്കിലും ചാപ്റ്റേഴ്സാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് നമ്മൾ എഴുതി വയ്ക്കാം.
അല്ലെ ദേ ഫിസിക്സിലെ ഞാൻ ഇന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്, ദേ ചാപ്റ്റർ 4 ആണ് ഞാൻ പഠിക്കുന്നത്. ആ ചാപ്റ്റർ 4 എന്ന് പറയുന്നത് ഇതേപോലെ അലക്സ് സാറിൻ്റെ ക്ലാസ് ആണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അലക്സ് സാറിൻ്റെ ക്ലാസ്, അല്ലെങ്കിൽ ആരുടെ ക്ലാസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനറിൻ്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ നോക്കുക. then അതിനുശേഷം 9 to 10 അപ്പം നമ്മൾ ഇതുവരെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു എന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ടില്ല മിസ്സേ, കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അത് ഇന്നത്തോടെ ആ ഒരു പോർഷൻ ഇങ്ങോട്ട് തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, അപ്പോൾ കുറച്ചും കൂടി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള റിമൈനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഒന്ന് രാത്രി ഒന്ന് കുളിച്ചിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം. ഓക്കെ, കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കാം, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഉറങ്ങാം ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇൻസ്റ്റഗ്രാം നോക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതേ മിസ് ജസ്റ്റ് ഒരു റോ ആയിട്ട് മിസ് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനനുസരിച്ച് എന്ത് ചെയ്യുക, ചിലർക്ക് പെട്ടെന്നൊന്നും കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, ചിലർക്ക് കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലാണ് ഓരോരുത്തരുടെ ആ ഒരു പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റുക. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 2 hours എങ്കിലും നന്നായിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം ഒരു ദിവസം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ അത് പക്കാ സെറ്റ് ആണല്ലോ? then അതിനുശേഷം നിങ്ങൾക്ക് രാവിലെയൊക്കെ നേരത്തോടെ എണീറ്റ് പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്ക് എണീക്കാം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ചെയ്യണം, അതിനൊപ്പം തന്നെ നമുക്ക് നല്ല മാർക്കും കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മിസ് പറഞ്ഞുതരാം, ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൽ പലപ്പോഴും നിങ്ങൾ ഇനി വരുത്താനായിട്ട് പോകുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാതും കറക്റ്റായിട്ട് ഇപ്പം തന്നെ ഇന്ന് മുതലേ തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കി തുടങ്ങാം. ഇന്ന് രാത്രി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നാളേക്കുള്ള ഒരു പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും തലേ ദിവസം തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഇതൊരു ശീലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെ മൊത്തത്തിൽ നല്ലൊരു ഓർഡർ വരും, എല്ലാത്തിനും നമുക്ക് സമയം കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ പല കാര്യങ്ങളും പലർക്കും മിസ്സായി പോകും. ചിലരൊന്നും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലർക്കൊക്കെ ജോലി തിരക്കൊക്കെ ഉള്ള കാരണം ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകുന്ന പല ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നമ്മുടെ ലൈഫിൽ പതിയെ പഠിക്കും. ഓക്കെ, ഇനി മിസ് പറഞ്ഞുതരാം, ഇനി നിങ്ങൾ തെറ്റുണ്ടാക്കാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിസ്ട്രാക്ഷൻസിന് അടിപൊളിയായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് സമയം കൊടുക്കണം. അതായത് നമ്മൾ വിചാരിക്കും, അയ്യോ ഇൻസ്റ്റാഗ്രാം ഒന്നും കാണേണ്ട, എക്സാം ഒക്കെ ആണ് അല്ലേ, ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം, അല്ലെങ്കിൽ നമുക്ക് അല്ലെ വേറെ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഗെയിമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊന്നും സമയം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ബാക്കിയുള്ള നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരാം. നമ്മൾ കറക്റ്റായിട്ട് ഒരു ടൈം അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രാക്ഷൻസ് അവിടെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒരു 30 minutes നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും അല്ലേ, മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ, അതും ചെയ്തു ഞാൻ നന്നായിട്ട് പഠിക്കുകയും ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടെ പഠിക്കാൻ പറ്റും. ഇനി അതിന് നമ്മൾ കറക്റ്റ് ആ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ കറക്റ്റായിട്ട് സമയം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളവരുടെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഡിസ്ട്രാക്ഷൻസും വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് ഡിസ്ട്രാക്ഷൻസ് വരുന്നത് അതിന് നിങ്ങൾ കറക്റ്റായിട്ട് ടൈം കൊടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ എബിലിറ്റിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതായത് നമ്മളിങ്ങനെ വിചാരിക്കും ഇത്ര മണി മുതൽ 6:30 മുതൽ 9 മണി വരെ ഞാൻ പഠിച്ചിരിക്കും അല്ലേ, ഞാൻ ഇരുന്ന് പഠിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങ് ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല, ലാസ്റ്റ് അതുമില്ല ഇതുമില്ല എന്നുള്ള അവസ്ഥയിലായി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് അല്ലേ, അത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു ഭയങ്കര ആവേശമൊക്കെ ഉണ്ടാവും. അത് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൊത്തത്തിൽ ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ആവേശകുമാരിമാരും ആവാൻ നിൽക്കേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ കുറേശ്ശെ നമ്മളിങ്ങനെ കൂട്ടി വന്നാൽ മതി. ഓക്കെ, പഠിക്കാനുള്ള സമയം അത്യാവശ്യം അതിലൊരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ സമയം കണ്ടെത്തിയല്ലോ, നമുക്ക് ഫോൺ നോക്കാനാണെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ സമയം കണ്ടെത്തി. പിന്നെ നമ്മൾ പഠിക്കുക അതൊക്കെ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, കള്ളത്തരം കാണിക്കാൻ പാടില്ല. അത് കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു കള്ളത്തരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ തോന്നില്ല, കാരണം നമ്മൾ മറ്റേതിന് നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ
ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ സാറ്റിസ്ഫാക്ഷനോട് കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഡോണ്ട് തിങ്ക് യു എക്സിക്യൂട്ട് 100%. ഇപ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ 100% ഫോളോ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഓക്കെ, അത് മിസ്സിനും അറിയാം, നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു ടൈം ടേബിൾ 100% നിങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 60% നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട്, മാക്സിമം അത് കുറവാണ്, 60% ഒന്നും പലർക്കും ചെയ്യാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങളൊരു 60% നിങ്ങൾക്കത് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ വിജയിച്ചു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പക്കാ പ്രോപ്പറായിട്ട് നടക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പം അതൊക്കെ സ്വാഭാവികമാണ്, എല്ലാ മനുഷ്യർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് ടൈം ടേബിൾ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ അതേപടി തന്നെ അനുസരിച്ച് പോകുക എന്നുള്ളതൊന്നും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, അതിൽ പല മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. കറക്റ്റായിട്ട് നമ്മൾ വീണ്ടും നമുക്ക് ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അതൊക്കെ സംഭവിക്കും. നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നും കൂടെ നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും ഒന്നും കൂടെ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്നു. അടുത്ത ദിവസത്തെ ടൈം ടേബിൾ കറക്റ്റായിട്ട് നമുക്ക് വിചാരിച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒന്നും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടൈം ടേബിൾ ചേഞ്ചസ് ഒക്കെ വരുത്താം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു റോ ആയിട്ടുള്ള ടൈം ടേബിൾ ആണ് മിസ് പറഞ്ഞു തന്നത്. ഇത് അതേപടിയല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ടൈം ഷിഫ്റ്റുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകാനുണ്ട്, മദ്രസയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡാൻസ് ക്ലാസ്സോ പാട്ട് ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഓരോന്നിനും സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു സമയത്ത് മാത്രമല്ല, നമ്മുടെ ലൈഫ് ലോങ് ഫുൾ സക്സസ് ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഈ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, മിസ് ഇതാണ് ഞാൻ സ്വപ്നം ഇല്ല എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ടൈം ടേബിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.